ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. KSRTC അങ്കമാലി ഡിപ്പോയുടെ സ്വന്തമാണ് ഈ ഇരുനില വണ്ടി. രാവിലെ 6:40 ഇതിൻ്റെ ആദ്യത്തെ ട്രിപ്പ് ആരംഭിക്കുക. ഞാനങ്ങനെ വണ്ടി കയറുമ്പോൾ പാസഞ്ചറായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് കയറാം. ഡ്രൈവറിൻ്റെ ക്യാബിൻ ഗ്രില്ലൊക്കെ ഇട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഡ്രൈവറും കണ്ടക്ടറും പിന്നെ കുറേ ആളുകളൊക്കെ വന്നു. ഞാൻ ടിക്കറ്റ് എടുത്ത് അങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. ഇതിലെ 90% പേരും സ്ഥിര യാത്രക്കാരാണ്, കൂടുതലും ജോലിക്കാരാണ്. പിന്നെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ബംഗാളികളും കുറച്ച് പേരുണ്ട്. 2 പേര് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. ഞാനും അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ഞാൻ വിചാരിച്ചത് താഴെ ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം മുകളിൽ കയറണം എന്നാണ്. അങ്ങനെയല്ല, കണ്ടക്ടർ മുകളിൽ വന്നും ടിക്കറ്റ് തരും. ഇവിടെ താഴെ കാണുന്ന ഹൈറ്റുള്ള ബസ് ഉണ്ടല്ലേ, നമ്മൾ അതിനേക്കാളും മുകളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കരിയാടും അത്താണിയും കഴിഞ്ഞ് ആലുവയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ഇതുപോലെ 2 ആർച്ച് ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്രിഡ്ജുകൾക്ക് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല. ഈ പാലം പുതിയതാണ്. പാലം കഴിഞ്ഞാൽ ആലുവയുടെ മെട്രോ സ്റ്റേഷനിലെത്തുന്നു. ഇതുപോലെ 25 സ്റ്റേഷനുകൾ കൊച്ചി മെട്രോയ്ക്ക് ഉണ്ട്. ഇനി നമ്മുടെ യാത്ര എടപ്പള്ളി വരെ ഈ മെട്രോ സ്റ്റേഷൻ അരികിലൂടെ ആയിരിക്കും. അങ്ങനെ മെട്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുട്ടം സ്റ്റേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടതുവശത്ത് കാണുന്ന പാലമില്ലേ, അത് മെട്രോയുടെ സർവീസ് സെൻറ്ററിലേക്ക് പോകുന്നതാണ്. ട്രെയിനുകൾക്ക് കംപ്ലൈൻറ്റ് വന്നാൽ അവിടെയാണ് സർവീസ് ചെയ്യുന്നത്. അങ്ങനെ കളമശ്ശേരിയും പത്തടിപ്പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ എടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ലുലു മാള്. ലുലു മാളിലേക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു പാലം നേരിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് അതിലൂടെ പോകാം. ഇനി NH-66 നമ്മുടെ യാത്ര. ഈ ഹൈവേയുടെ ഇരുവശവും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ മരങ്ങൾക്ക് അധികം ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ബസ്സിൻ്റെ മുകളിൽ വന്ന് ഇടിക്കുന്നുണ്ട്. ആ സൗണ്ട് എനിക്ക് കേൾക്കാമായിരുന്നു ശരിക്കും. പിന്നെ ഇത് വിവാദമായ പാലാരിവട്ടം പാലം. താഴെ കാക്കനാട് പാലാരിവട്ടം റോഡ് പോകുന്നുണ്ട്. കാക്കനാട്ടിലേക്ക് മെട്രോ വരുന്നുണ്ട്. അപ്പോൾ കാക്കനാട് വരെയുള്ള റോഡുകളിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ റോഡിൽ വലിയ കാഴ്ചകളൊന്നും അങ്ങനെ ഇല്ല. കൂടുതലും വലിയ വലിയ കമ്പനികളും ആ കമ്പനികളുടെ ഓഫീസുകളൊക്കെയാണ്. യാത്രയ്ക്ക് നന്നായിരുന്നു. പക്ഷേ അവസാനം വൈറ്റിലയിൽ ഇറങ്ങേണ്ട എന്നെ വൈറ്റിലയിലെ നടു റൂട്ടിലാണ് ഇറക്കി വിട്ടത്. ഞാൻ മാത്രമല്ല, കുറേ പേര് ഇവിടെ ഇറങ്ങി. അത് വൈറ്റിലയിലേക്ക് അങ്ങനെ ഇറങ്ങിയില്ല. ഇനി വണ്ടി പോകുന്നത് തോപ്പുംപടിയിലേക്കാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.